Good morning. Now, കഴിഞ്ഞ മൊഡ്യൂളിലെ കഴിഞ്ഞ സെക്ഷൻ്റെ മൊത്തം ആ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. അപ്പം സമ്മറി അതായത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ആ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, അതുപോലെ പോയിസോൺ പഠിച്ചു അല്ലേ, ബൈനോമിയൽ പ്രോബബിലിറ്റി പഠിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, റീകോൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് പറയുന്നത്, നമുക്കറിയാം നമ്മൾ ആദ്യം കണ്ടത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ബൈനോമിയൽ എക്സ്പെരിമെൻ്റ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയായിരുന്നു? ദി എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് ഫോർ എ ഫിക്സഡ് നമ്പർ എൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രയൽ. എൻ ഇൻഡിപെൻഡൻറ്റ് ട്രയൽസിൽ എന്ത് ചെയ്യണം? ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യണം. പിന്നെയോ ദർ ആർ ഓൺലി 2 പോസിബിൾ ഔട്ട്കം ഫോർ ഈച്ച് ട്രയൽ. ഓരോ ട്രയലിനും 2 പോസിബിൾ ഔട്ട്കമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആൻഡ് ഓരോ ഔട്ട്കംസും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്നുള്ള രീതിയിലാണ്. 2 ഔട്ട്കമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് മസ്റ്റ് റിമൈൻ കോൺസ്റ്റൻറ്റ് ഫോർ ഈച്ച് ട്രയൽ. ഓരോ ട്രയലിനും പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. കൂടാതെ റാൻഡം വേരിയബിൾ എക്സ് കൗണ്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് സക്സസ്ഫുൾ ട്രയൽസ് ആയിരിക്കും. ഓക്കെ. ആൻഡ് ഇവിടെ ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന 2 പാരാമീറ്റേഴ്സാണ് നമ്മൾ കണ്ടിരുന്നു, എന്നും പിയും. ഓക്കെ. ഇനി അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുലാസ്. എൻ എന്തായിരുന്നു ഫോർമുല? പി ഓഫ് എക്സ് ഈക്വൽ ടു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻ സി എക്സ് പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. അപ്പോൾ എൻ സി എക്സിനെ നമുക്ക് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് എഴുതാം. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയലാണ്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ഇൻ എൻ ട്രയൽസ് ആണ്, പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി, പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസും ക്യൂ എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും ആണ്. പിന്നെ പി കിട്ടിയാൽ ക്യൂ കണ്ടുപിടിക്കാൻ 1 മൈനസ് പി ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഫോർ എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? എ ട്രയൽ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം ഒരു സക്സസ് ഓക്കർ ചെയ്യുന്ന സമയത്ത്. പിന്നെയോ ഓരോ റിപ്പീറ്റഡ് ട്രയൽസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും മറ്റൊന്നുമായിട്ട്. പിന്നെ ഓരോ സക്സസ് പിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫോർ ഈച്ച് ട്രയൽ. ആൻഡ് ഓരോ റാൻഡം വേരിയബിൾ എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആയിരിക്കും ഫോർ ഈച്ച് സക്സസ് ഔട്ട്കംസ്. ഓക്കെ. അപ്പം ഈ പാരാമീറ്റർ തന്നെയാണ് നമ്മൾ അവിടെ വരുന്ന പാരാമീറ്റർ ആയിരുന്നു പി. ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ അവിടുത്തെ ഇക്വേഷൻ എന്തായിരുന്നു? പി ക്യൂ റേസ് ടു എക്സ് മൈനസ് 1 ആണ്. ഇവിടെ എക്സ് നമ്പർ ഓഫ് ട്രയൽസ് ആണ്, ആൻഡ് പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ക്യൂ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ, ആൻഡ് ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു പി ക്യൂ റേസ് ടു എക്സ് മൈനസ് 1 ആണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ള പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ്പെരിമെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ദ കൗണ്ടിങ് നമ്പർ ഓഫ് ടൈം എക്സ് ആയിരിക്കും. ഓക്കെ. ആൻഡ് ഓരോ ഇവൻറ്റും ഒക്കർ ചെയ്യുന്നത് സെയിം ഫോർ ഈച്ച് ഇൻ്റർവെൽ ആയിരിക്കും. ഓക്കെ. ആൻഡ് നമ്പർ ഓഫ് ഒക്കറൻസ് ഇൻ 1 ട്രയൽ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഒക്കറൻസ് ഓഫ് ദി അതർ ട്രയൽ ആയിരിക്കും. ആൻഡ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ മ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? പി ഓഫ് എക്സ് ഈക്വൽ ടു മ്യൂ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ എക്സ് നമ്പർ ഓഫ് ഒക്കറൻസും മ്യൂ എന്ന് പറയുന്നത് മീൻ നമ്പർ ഓഫ് ദി ഒക്കറൻസും ആണ്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ ആ 3rd മൊഡ്യൂളിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 5. നമ്മൾ 3rd മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 3 സെക്ഷൻസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൻഡ് സെക്കൻഡ് സെക്ഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫൈൻഡിങ് പ്രോബബിലിറ്റീസ്. ആൻഡ് തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫൈൻഡിങ് വാല്യൂസ്. ഈ ഒരു 3 സെക്ഷനുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ്
എന്താണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടു. എന്തൊക്കെ കണ്ടു? ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടു, അതുപോലെ ബൈനോമിയൽ കണ്ടു, ജോമെട്രിക് കണ്ടു, അതുപോലെ തന്നെ പോയിസോണും കണ്ടു അല്ലേ. ഇനി ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റും, നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കർവ് കിട്ടിയാൽ എങ്ങനെ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷനിലേക്ക് പോവാം. അപ്പം എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ്. The graph of the normal distribution is called normal curve. The normal distribution has the following property. ഇപ്പോൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് റാൻഡം വേരിയബിൾ എക്സിൻ്റെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കർവിനെയാണ് നമ്മൾ നോർമൽ കർവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവുക എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മീൻ, മീഡിയൻ, മോഡ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. കൂടാതെ നോർമൽ കർവ് എന്ന് പറയുന്നത് എപ്പോഴും ബെൽ ഷേപ്പ്ഡ് ആയിരിക്കും. അതുപോലെ സിമ്മട്രിക്കുമായിരിക്കും, സിമ്മട്രിക് എബൌട്ട് ദി മീൻ ആയിരിക്കും. നമ്മുടെ മീൻ വാല്യൂ എപ്പോഴും നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ സെൻട്രലായിട്ടാണ് മ്യൂ വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇതൊരു സിമ്മട്രിക് ആയിട്ടുള്ള കർവായിരിക്കും, സെൻട്രലിൽ മ്യൂ വരുന്ന രീതിയിൽ. അതായത് ഇവിടെ നമ്മളിപ്പോൾ ഒരു മിറർ വെക്കുക വിചാരിക്കുക, ഈ നടുക്ക് ഈ മ്യൂ എന്നുള്ള പോർഷനിൽ നമ്മളിപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്ന ഈ പോർഷനിൽ നമ്മളൊരു മിറർ വെച്ചാൽ ഇതിൻ്റെ അതേ മിറർ ഇമേജ് അല്ലേ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. അതായത് ഇവിടെ മിറർ വെച്ചാൽ ഇവിടെയുള്ള അതേ ഇമേജ് തന്നെ ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് മിറർ ഇമേജ് ആണ്, സെയിം ആണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ സിമ്മട്രിക് ആയിട്ടുള്ള കർവ് അല്ലെങ്കിൽ സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, മീനും മീഡിയനും മോഡും ഒക്കെ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ആൻഡ് പറഞ്ഞിട്ടുള്ളത് നോർമൽ കർവ് എന്ന് പറയുന്നത് ബെൽ ഷേപ്പ്ഡ് ആയിരിക്കണം, പിന്നെയോ സിമ്മട്രിക് ആയിരിക്കണം എബൌട്ട് ദി മീൻ. പിന്നെ എപ്പോഴും ടോട്ടൽ ഏരിയ അണ്ടർ ദി നോർമൽ കർവ്, നോർമൽ കർവിൽ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലുള്ള ഷെയ്ഡഡ് റീജിയൻ അല്ലേ, അത് 1 ആയിരിക്കണം. പിന്നെയോ ഈ നോർമൽ കർവ് അപ്രോച്ചസ് ബട്ട് നെവർ ടച്ചസ് ദി എക്സ് ആക്സിസ് ആസ് ഇറ്റ് ടെൻസ് ഫർദർ ആൻഡ് ഫർദർ എവേ ഫ്രം ദി മീൻ. അതായത് മീനിൽ നിന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, മീനിൽ നിന്നിങ്ങനെ വേരിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇത് കണ്ടില്ലേ, ഈ ആക്സിസ് നോക്കൂ, ഈ ആക്സിസ് ഇങ്ങനെ, ഈ കർവ് ഇങ്ങനെ, ഇത് നമ്മൾ എക്സ് ആക്സിസ് ഇങ്ങനെ പോകുന്നുണ്ട്, എക്സ് ആക്സിസിനെ തൊടാതെ ഇങ്ങനെ പോകും. എക്സ് ആക്സിസിനെ ഒരിക്കലും തൊടില്ല, ഇതിങ്ങനെ നീണ്ടു പോകുന്നതിനനുസരിച്ചും എക്സ് ആക്സിസിനെ തൊടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണെങ്കിൽ, താഴെ നമ്മൾ എക്സ് ആക്സിസ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം, ശ്രദ്ധിച്ചാൽ ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ ഈ കർവ് ഇങ്ങനെ തൊടാതെ ഇങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആക്സിസിനെ തൊടില്ല. ഓക്കെ, തൊടില്ല. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, മ്യൂ മൈനസ് സിഗ്മ ആൻഡ് മ്യൂ പ്ലസ് സിഗ്മയിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിരിക്കും, താഴേക്കായിരിക്കും വരിക. അതുകൊണ്ടോ ഇത് മ്യൂ മൈനസ് സിഗ്മയും ഇത് മ്യൂ പ്ലസ് സിഗ്മയാണ്. അപ്പോൾ തൊട്ടിട്ട് ഗ്രാഫ് എന്താവും, താഴേക്ക് ഡൗൺവേർഡ് വരാൻ തുടങ്ങും. ഓക്കെ, ടു ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ആൻഡ് ഈ പോയിന്റ് അറ്റ് വിച്ച് ദ കർവ് ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ അപ്വേർഡ് ടു കർവിങ് ഡൗൺവേർഡിനെയാണ് നമ്മൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുക. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്, ഇൻഫ്ലക്ഷൻസ് പോയിന്റ് എന്ന് പറയുന്നത്, ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫ്ലക്ച്വേഷൻസ് ആണല്ലേ. അപ്പം ഇത് താഴേക്ക് പോകുന്ന ഈ പോയിന്റുകളെയാണ് നമ്മൾ ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി ഇതിന് മുന്നേ നമ്മൾ പഠിച്ച ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ ഹിസ്റ്റോഗ്രാം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ്. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ PDF ആണ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കർവ്, അതിൻ്റെ മീൻ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും ആണ്.
ഓക്കെ, അതിന് നമുക്ക് നോർമൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനായിട്ട് ഗ്രാഫ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ആ ഗ്രാഫിംഗ് എന്ന് പറയുന്നതിൽ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? y ഈക്വൽ ടു 1/σ√2π e⁻x−μ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2σ² ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇ എന്ന് പറയുന്നത് 2.71 ആണ്, പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ നോർമൽ കർവ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്തിനൊക്കെയാണ്? നോർമൽ കർവ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക മ്യൂവിനെയും സിഗ്മേനെയും ആയിരിക്കും. മ്യൂവിനെയും സിഗ്മേനെയുമാണ് നോർമൽ കർവ് എന്ത് ചെയ്യുക? എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ, ഏതൊരു മീനും ആൻഡ് എനി പോസിറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലേ? നമ്മൾ രണ്ട് പാരാമീറ്റർ പറഞ്ഞു, സിഗ്മയും മ്യൂവും. ഓക്കെ, കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻ ചെയ്യുന്നത് കർവിൻ്റെ ഷേപ്പാണ്. കർവിൻ്റെ ഷേപ്പ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം നോക്കൂ, ഇവിടെ മീൻ എന്ന് പറയുന്നത് ഒരു 3.5 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.5 ആണ് അല്ലേ? അപ്പോൾ ഇതാണ് ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്, താഴേക്ക് ഡൗൺവേർഡ് പോകുന്ന ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിമ്മട്രിക് ആണ് ഏകദേശം. ഓക്കെ, ഇതാകുമ്പോഴോ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വ്യത്യാസം വരുമ്പോൾ കണ്ടോ കർവിൻ്റെ ഷേപ്പ് മാറുന്നത്. മീൻ ഈ രണ്ട് കേസിലും സെയിം ആണ്, പക്ഷെ നോക്കൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറെൻ്റ് ആയപ്പോൾ നമ്മുടെ കർവിൻ്റെ ഷേപ്പിന് വേരിയേഷൻ സംഭവിച്ചു. ഇപ്പം ഇങ്ങനെ പരന്ന് കിടന്ന കർവ് ഇവിടെ എന്തായി? കുറച്ച് ഷാർപ്പ്ഡായി. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമ്മുടെ മീൻ 1.5 മീൻ മാറി, ബട്ട് ഇത് രണ്ട് കേസിലും നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം ആണ്. അപ്പോൾ അങ്ങനെ ആയപ്പോഴും നമ്മുടെ ഈ കർവും ഒരേപോലെ ആണെങ്കിൽ, പക്ഷേ എന്താണ്? പൊസിഷനിൽ മാറ്റം വന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കർവ് എന്ന് പറയുന്നത്. അതായത് എയും ബിയും സെയിം മീനാണ്, എക്കും ബിക്കും സെയിം മീനാണ്, ആൻഡ് ബി ആൻഡ് സി ഹാവ് ദ സെയിം ബിക്കും സിക്കും സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, എന്നാലും നമ്മുടെ കർവിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ മൂന്ന് കർവിലും ടോട്ടൽ കർവ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.